ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഏതാണ്ട് ഒരു മാസം മുമ്പ് വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പവിത്ര മേലങ്കി പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഏതാണ്ട് ഒരു 3 വീഡിയോകളോളം ചെയ്തിരുന്നു. അതിലെനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നിങ്ങളിൽ ഒത്തിരി പേര് അത് ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ദിവസവും ഒരുപാട് മെസ്സേജുകളാണ് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആളുകൾ കമൻ്റായിട്ട് എഴുതിയിടുന്നത്. കൂടാതെ എനിക്ക് വ്യക്തിപരമായും പല മെസ്സേജുകളും വരാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി വലിയ രീതിയിൽ ലോകത്തിൽ പ്രകടമാകുന്നുണ്ട്. പ്രിയമക്കളെ, ഇനിയും ഈ പ്രാർത്ഥന നിസ്സാരമായി കണ്ട് നിങ്ങൾ തള്ളിക്കളയരുത്. പ്രാർത്ഥിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ വേഗം ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിരിക്കും, അതുറപ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ ചില സാക്ഷ്യങ്ങൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാകും, കൂടുതൽ നിങ്ങൾക്ക് വിശ്വാസമാകും. അതിനു മുമ്പ് ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന അടങ്ങിയ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഞാനിന്ന് ഈ വീഡിയോയിൽ 2 നമ്പർ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. സോഫിയ ബുക്സിൻ്റെ ഓഫീസ് നമ്പറാണത്. ആ നമ്പറിൽ വിളിച്ചാൽ പുസ്തകം നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചു കിട്ടുന്നതായിരിക്കും. ഒരുപാട് പേര് അവരെ കോൺടാക്റ്റ് ചെയ്ത് ഈ പുസ്തകം കിട്ടിയെന്നറിഞ്ഞതിലും എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പോസ്റ്റൽ ഫീസ് അടക്കം 80 രൂപ കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങളുടെ അഡ്രസ്സിൽ വീട്ടിലെത്തിച്ച് കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങളോട് നമ്പർ ഒന്ന് പറയാം. നിങ്ങൾ നമ്പർ എഴുതിയെടുത്തോളൂ. 9995574308. ഇതൊരു നമ്പർ. ഇതിൽ നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ മറ്റൊരു നമ്പർ കൂടി തരാം അവരുടെ. 9605770004. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോക്കി പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി അതുമല്ലാത്തവർക്ക് 80 രൂപ കൊടുത്ത് പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് നിങ്ങൾ ഗൂഗിളിൽ കയറി പവിത്ര മേലങ്കി പ്രാർത്ഥന എന്ന് ഒന്ന് സെർച്ച് ചെയ്താലും മതി. നിങ്ങൾക്കിതിൻ്റെ PDF ആയിട്ട് പ്രാർത്ഥനയായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതുമല്ലാത്തവർക്ക് ഞാൻ നമ്മുടെ ഈ ചാനലിൽ ഈ പ്രാർത്ഥന ഓഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കേട്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും അനുഗ്രഹം പ്രാപിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇനിയും പ്രാർത്ഥിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിതൊന്ന് ഷെയർ ചെയ്തത്. ഇനി ഈ പ്രാർത്ഥനയിലൂടെ ലഭിച്ച ഏതാനും അനുഗ്രഹങ്ങൾ കൂടി ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരാത്ത അത്രത്തോളം അനുഗ്രഹങ്ങളാണ്. യൗസേപ്പിതാവിൻ്റെ വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സിലും അതുകൂടാതെ പല വീഡിയോകളുടെയും കമൻറ്റ് ബോക്സിലൂടെ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് തുടങ്ങി 1-ാം ദിവസം, 2-ാം ദിവസം, ചിലർക്ക് 20 ദിവസം കഴിഞ്ഞപ്പോൾ, ചിലർക്ക് 10 ദിവസം കഴിഞ്ഞപ്പം, 30-ാമത്തെ ദിവസം പൂർത്തിയാക്കിയപ്പോൾ ഒക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെയാണ് എഴുതിയിടുന്നത്. ഞാനതെല്ലാം വായിക്കാറുണ്ട്. പെട്ടെന്ന് എനിക്കിത് എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിലുള്ള 2-3 സാക്ഷ്യങ്ങൾ എഴുതിയത്, അതുപോലെ എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. 30 ദിവസത്തെ ഈ പവിത്ര മേലങ്കി പ്രാർത്ഥന കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത്ഭുതകരമായി ഒരു കുടുംബത്തിൻ്റെ 1.5 കോടി വില വരുന്ന പ്രോപ്പർട്ടി ഏതാണ്ട് 1 ഇയറിന് മുകളിലായി വിൽക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വിൽക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് യൗസേപ്പിതാവിൻ്റെ ഈ പവിത്ര മേലങ്കി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ ഇത് പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ അത്ഭുതകരമായി ആ സ്ഥലം നല്ല വിലയ്ക്ക്, അവരാഗ്രഹിച്ച വിലയ്ക്ക് തന്നെ വിൽക്കാനായി സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. പിന്നെ ഒത്തിരി പേർക്ക് 30 ദിവസം ചൊല്ലി പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ജോലി ലഭിച്ചതായി പറഞ്ഞുകൊണ്ടുള്ള അനേകം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു പിതാവിൻ്റെ മെസ്സേജ് ഞാൻ ഓർക്കുകയാണ്. ആ പിതാവ് തൻ്റെ മകന് IELTS പാസ്സാകുന്നതിന് വേണ്ടി ഈ പ്രാർത്ഥന ദിവസത്തിൽ പല തവണ, ഞാൻ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എൻ്റെ വീഡിയോയുടെ ഓഡിയോ അദ്ദേഹം, ആ പിതാവ് ദിവസത്തിൽ പല തവണ കേട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ 2 തവണ എക്സാം എഴുതി മകൻ തോറ്റുപോയി. 3-ാമത്തെ തവണ മകൻ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ടാണ് പിതാവ് ഇത് ചൊല്ലി പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ആ മകൻ 3-ാമത്തെ എഴുത്തിൽ IELTS പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിയൊരു കമൻറ്റ് ഞാൻ ഓർക്കുകയാണ്. പിന്നെ ഒരമ്മ എഴുതിയിട്ട സാക്ഷ്യം, മോന് BTech
ഒരു വിഷയം തോറ്റുപോയി. ആ മോൻ 4 പ്രാവശ്യം എഴുതിയിട്ട് വിജയിച്ചില്ല. അങ്ങനെ ഈ അമ്മ പവിത്ര മേലങ്കി പ്രാർത്ഥന ചൊല്ലി മോൻ ജയിക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത എക്സാമിൽ 5-ാം പ്രാവശ്യം അവൻ എഴുതിയപ്പോൾ ആ മോൻ ജയിച്ചതായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൊരു സാക്ഷ്യം ഓർക്കുകയാണ്. അതുപോലെ പലരും ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടൊക്കെ കിട്ടാതെ ഇരുന്നപ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിയത് വഴിയായി ലോൺ സാക്ഷനായ സാക്ഷ്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. അതുപോലെ വിസ തടസ്സം മാറിക്കിട്ടിയത് ഒരുപാടാണ് കേട്ടോ. വിദേശത്ത് പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, കാനഡ, UK ജോലി കിട്ടിയതിൻ്റെ സാക്ഷ്യങ്ങൾ ഒരുപാട് പേര് എഴുതിയിട്ടിട്ടുണ്ട്. വിസ തടസ്സം മാറിയത്, വിദേശത്ത് ജോലി കിട്ടാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോലി കിട്ടിയത്. പിന്നെ കുറേ പേര് എഴുതിയിട്ടിട്ടുണ്ട് നടക്കില്ല, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നു കിട്ടിയതായിട്ട്. ഒരുപാട് പേര് പ്രാർത്ഥിച്ചു തുടങ്ങി 1-ാം ദിവസം 2-ാം ദിവസമൊക്കെ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ യോസപിതാവിൻ്റെ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ ക്ഷമയോടെ ഇരുന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഓർക്കുന്നത് മാത്രം നിങ്ങളോട് പറഞ്ഞതാണ്. അതുപോലെ നമ്മുടെ പല വീഡിയോകളുടെയും അടിയിൽ ആളുകൾ വന്ന് കമൻറ്റ് എഴുതിയിടാറുണ്ട് ഈ പ്രാർത്ഥനയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച്. പിന്നെ ഒരു അമ്മയുടെ സാക്ഷ്യം, അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഈ 30 ദിവസത്തിനുള്ളിൽ സാധിച്ചു കിട്ടിയെന്ന് പറഞ്ഞൊരു അമ്മ എഴുതിയിട്ടത് ഞാൻ ഓർക്കുകയാണത്. അമ്മ വെച്ചിരുന്ന നിയോഗങ്ങളൊന്ന് വീട് പുതുക്കി പണിയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതായിരുന്നു. പിന്നെ വീട്ടിലേക്കുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത് കിട്ടണം, അതുപോലെ മകൻ്റെ ജോലി, മരുമകളുടെ ടീച്ചർ പോസ്റ്റ്, ഇവയൊക്കെയായിരുന്നു ഈ അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ആ 30 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം അമ്മയ്ക്ക് സാധിച്ച് കിട്ടിയതായിട്ടും വീട് പുതുക്കി പണിയാനുള്ള സ്റ്റാർട്ടിങ് തുടങ്ങിയതായിട്ടും ഒക്കെ പറഞ്ഞ ഒരമ്മ കമൻറ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു വീഡിയോയിലൊന്നും പറഞ്ഞാൽ തീരാത്ത അത്രയേറെ അനുഗ്രഹങ്ങളാണ് അനേകർക്ക് യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവാഹ തടസ്സം മാറിക്കിട്ടിയ ഒരു മോന് നല്ലൊരു ആലോചന വന്നതായിട്ടൊരമ്മ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പിന്നെ ഒരു മോന് ജോലിയുടെയൊക്കെ ഇഷ്ടം പോലെ ആളുകൾക്കാണ് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജോലി കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ, ഞാൻ വളരെ കുറച്ച് മാത്രമാണ് നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്തത്. ഒത്തിരി അനുഗ്രഹങ്ങളാണ് വിശ്വാസത്തോടുകൂടി യൗസപിതാവിൻ്റെ മാധ്യസ്ഥ്യം തേടി. നമുക്കറിയാം ഇതൊരു ഇത്തിരി വലിയ പ്രാർത്ഥനയാണ്, പക്ഷേ ആ ഒരു ത്യാഗം ഏറ്റെടുത്ത് ത്യാഗത്തോടു കൂടി ഈ 30 ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലി വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും യൗസപിതാവ് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. ഇനിയും ഈ പ്രാർത്ഥന ചൊല്ലി തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെല്ലാവരെയും യൗസപിതാവ് അനുഗ്രഹിക്കട്ടെ. ഈശോയോട് മാധ്യസ്ഥ്യം വഹിച്ച് നിങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ എല്ലാം ഈശോയിൽ നിന്ന് യൗസപിതാവ് വാങ്ങി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.